ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, ബാബു സാറാണ്. നമുക്ക് മക്കളെ പഠിക്കാനുള്ള പാഠങ്ങളിലെ ഒന്നാമത്തെ യൂണിറ്റിലെ 4ാമത്തെ പാഠമാണ് ജുലൂസ് എന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റിലെ 4ാമത്തെ പാഠമാണ് ഇത്. നമുക്ക് ക്രിസ്മസ് എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജുലൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജാഥ എന്നാണ് അർത്ഥം. ജുലൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുലൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഥ എന്നാണ് അർത്ഥം. ഇത് പ്രേംചന്ദ് ആണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. പ്രേംചന്ദ് എഴുതിയിരിക്കുന്ന ഒരു കഥയാണത്. ജുലൂസ് എന്നുള്ളത്, ജാഥ എന്നുള്ളത് പ്രേംചന്ദ് എഴുതിയിരിക്കുന്ന ഒരു ജാഥയാണ്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം ചേർത്തുകൊണ്ട് ഈ കഥയെ ഒരു നാടകമാക്കി മാറ്റിയിരിക്കുകയാണ്. ആര്? നാട്യരൂപാന്തരം ചെയ്തിരിക്കുകയാണ് ചിത്ര മുദ്ഗൽജി. ഓക്കെ, ചിത്ര മുദ്ഗൽജി ഇവരാണ് നാട്യരൂപാന്തരം നടത്തിയിരിക്കുന്നത്. അപ്പൊ പ്രേംചന്ദിന്റെ കഥയെ നാടകമാക്കി മാറ്റിയാണ്. ഓക്കെ, ഈ നാടകമാക്കി മാറ്റുമ്പോൾ ഇതിനകത്ത് എത്ര കഥാപാത്രങ്ങളുണ്ട്? ഇബ്രാഹിം അലി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ട്. ഓക്കെ, ബീർബൽ സിംഗ് എന്ന് പറയുന്ന ക്രൂരനായ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. പിന്നെ ശംഭുനാഥ്, ദീൻ ദയാൽ, മൈക്കു എന്ന് പറയുന്ന 3 വ്യാപാരികളുമാണുള്ളത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് കഥയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര ജാഥ ഇങ്ങോട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരിക, സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ജാഥ വരുന്നു. അപ്പോൾ ശംഭുനാഥും ദീൻ ദയാലും ഒക്കെ ഇങ്ങനെ പറയുന്നു, ഇതെന്തൊരു ജാഥയാണ്, ഇങ്ങനെ ജാഥ നടത്തിയത് കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? ബ്രിട്ടീഷുകാരുടെ ഭയപ്പെട്ട് ഇവിടുന്ന് ഓടിപ്പോകുമോ? പിന്നെ മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്. അദ്ദേഹമാണെങ്കിൽ പ്രായമായിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരനൊന്നല്ല നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ജാഥയിലാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ആണ് ഏറ്റവും കൂടുതലുള്ളത്. സമ്പന്നരും നാട്ടുപ്രമാണിമാരും ഒന്നും ഈ ജാതിയിൽ കൂടുതൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണശിരാ കേന്ദ്രങ്ങളിലായ ബ്രിട്ടീഷുകാർ ഇതൊന്നും വലിയ വകവെക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൈക്കു പറയുന്നു, സമ്പന്നരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജാതിയിൽ പോകേണ്ട കാര്യമില്ല. ബ്രിട്ടീഷ് ഭരണത്തിൽ അവർക്കൊന്നും യാതൊരു കുറവുമില്ല. ഓക്കെ, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് പ്രധാനമായിട്ടും ചൂഷണത്തിന് വിധേയമാകുന്നത്. അതുകൊണ്ട് അവരാണ് ജാതിയിൽ കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞു. ആളുകൾ അഭിപ്രായം പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് ജാഥ ഇങ്ങനെ മുന്നോട്ട് പോയി. ഒരു ജംഗ്ഷനിലെത്തിയ സമയത്ത് ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ ഉള്ള ജാഥയെ പോലീസുകാർ വന്ന് തടയുന്നു. നിങ്ങൾ പിന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലി പറയുന്നു, ഞങ്ങളെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കുകയും ശരിയാക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞങ്ങൾ ഇന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ബീർബൽ സിംഗ് എന്ന് പറഞ്ഞ പോലീസ് ദാരോഗ, പോലീസ് ഓഫീസർ, ക്രൂരനായ പോലീസ് ഓഫീസർ വന്നിട്ട് ഇവരെ ലാത്തി ചാർജ് ചെയ്യാൻ വേണ്ടി ഉത്തരവിടുന്നു. അങ്ങനെ ലാത്തി ചാർജ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് മുറിവേൽക്കുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഇബ്രാഹിം അലി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മേലേക്ക് കുതിരയെ കൊണ്ട് ചവിട്ടിച്ച് ഓടിച്ചു പോകുന്നു. ആര്? നമ്മുടെ ബീർബൽ സിംഗ്. ഈ വിവരം അറിഞ്ഞ നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ബീർബൽ സിംഗ് അപ്പോഴേക്കും അവിടുന്ന് സ്ഥലം വിടുന്നു. അങ്ങനെ ആളുകൾ ആകെ അക്രമാസക്തരായിട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ ഇബ്രാഹിം അലി പറയുന്നു, ആരും പ്രശ്നമുണ്ടാക്കരുത്, നിങ്ങൾ അടിക്കുന്ന പോലീസുകാരും ഇന്ത്യക്കാർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ മാത്രമല്ലേ ലണ്ടനിൽ വന്നുള്ളൂ, ബാക്കിയുള്ള പോലീസുകാരൊക്കെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണ്, അത് നമ്മുടെ സഹോദരന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യല്ല എന്നൊക്കെ ഇബ്രാഹിം അലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആകെ പ്രശ്നമായ സമയത്ത്, നാട് മൊത്തം ഇങ്ങനെ ഇളകി വരുന്ന സമയത്ത്, ശംഭുനാഥും ദീൻ ദയാലും ആദ്യം സ്വാതന്ത്ര്യ സമര ജാഥയ്ക്കെതിരെ പറഞ്ഞ് അവർ പോലും പറയുന്നു, നാട്ടുകാരെല്ലാവരും ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇബ്രാഹിം അലിയെ ആക്രമിച്ചതിലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭത്തിലും പങ്കാളികളാവുകയാണ് വ്യാപാരികൾ മുഴുവൻ. മൈക്കു നേരത്തെ തന്നെ അതിൽ റെഡിയാണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങളെല്ലാവരും സമാധാനപ്പെടൂ, ശാന്തിയും സമാധാനമാണ് നമ്മുടെ മാർഗം, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ സൂര്യോദയം കാണാൻ കഴിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ഇങ്ങനെ പറയുന്നു. ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. ഓക്കെ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് 4 മാർക്കിന്റെ നിരവധി ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇബ്രാഹിം അലിക്ക് ചരിത്ര पर टिप्पणी लिखें. ഇബ്രാഹിം അലിയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് വളരെയേറെ സാധ്യതയുള്ള ചോദ്യമാണ്. 4 മാർക്കാണ്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഉത്തരം, പ്രേംചന്ദ് ജി की कहानी, പ്രേംചന്ദ് ജിയുടെ കഥയായ ജുലൂസ് के इस നാട്യരൂപാന്തർ का मुख्य पात्र के ഇബ്രാഹിം അലി. ജുലൂസിന്റെ ഈ നാട്യരൂപാന്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇബ്രാഹിം അലി. സ്വരാജ് की प्राप्ति के लिए, സ്വരാജ്യം ലഭ്യമാകുന്നതിന് വേണ്ടി, അതായത് സ്വതന്ത്ര രാജ്യം ലഭ്യമാകുന്നതിന് വേണ്ടി ഉൻകെ നേതൃത്വമേയും ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ ജുലൂസ് ചൽ രഹാ ഹെ, ഒരു ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം അലി ഗാന്ധിജിയെ പ്രഭാവിത്. ഈ ഇബ്രാഹിം അലി ആവട്ടെ ഗാന്ധിജിയാൽ ആവേശപൂരിതനായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നത്. ഹം ദുക്കാനെ ലൂട്ടിനെ, ഞങ്ങൾ കടകൾ കൊള്ളയടിക്കാനോ, യാ മോട്ടറേൻ തോടിനെ, അല്ലെങ്കിൽ മോട്ടറേൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് വാഹനങ്ങൾ, തോടിനെ നെഹി നിക്കലെ, ആക്രമിക്കാനോ പൊട്ടിക്കാനോ വേണ്ടി വന്നവരല്ല. ഞങ്ങൾ ഹം ദൂക്കാനെ ലൂട്ടിനെ, ഞങ്ങൾ
കടകൾ കൊള്ളയടിക്കാനോ മോട്ടറേൻ തോടിനെ നെഹിനിക്കലേ തകർക്കാനോ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വാഹനങ്ങളും യന്ത്രങ്ങളും ഒന്നും തകർക്കാനോ വന്നവരല്ല. ഇബ്രാഹിം അലിക്ക് ഈസ് കഥൻസ്, ഇബ്രാഹിം അലിയുടെ ഈ വാക്കിലൂടെ ഉൻപർ അയാളുള്ള ഗാന്ധിജിക്ക് അഹിംസ തത്വ, ഗാന്ധിജിയുടെ അഹിംസ തത്വം സ്പഷ്ട പ്രഭാവ് വളരെ സ്വാധീനത്തോടു കൂടി ദേക്കിനേക്കോ മിൽത്തായ, അദ്ദേഹത്തിൽ ഗാന്ധിജിയുടെ സ്വാധീനം ശക്തമായി ഉണ്ടായതിന്റെ വാക്കാണ് എന്ത്, ഞങ്ങൾ അക്രമം നടത്താനോ കൊള്ളയടിക്കാനോ വന്നവരല്ല എന്നുള്ള ഇബ്രാഹിം അലിയുടെ വാക്ക് ബ്രിട്ടീഷുകാർ തടഞ്ഞ സമയത്ത് അവരോട് പറയുന്നു അത് ഗാന്ധിയുടെ ശക്തമായ സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ഇബ്രാഹിം അലി ബൗത്ത് ഹി സാഹസിയെ, മാത്രമല്ല അദ്ദേഹം ബ്രിട്ടീഷുകാർ തോക്കും രാത്രിയുമൊക്കെ നിൽക്കുമ്പോഴും ഒരു പേടിയുമില്ല. ബൗത്ത് സാഹസിയ, വലിയ സാഹസിനാണ്. ഓർ നിഡർബിഹെ, അല്പം പോലും പേടിയില്ലാത്ത ആളാണ്. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ അദ്ദേഹം യാതനാവുക്കോ ചേൽക്കർ, പ്രയാസങ്ങളെ ചേൽക്കർ സഹിച്ചിട്ട് ലക്ഷ്യക്ക് ഓർ അഗ്രസറെ, ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മുൻപന്തിൽ നിൽക്കുകയാണ്. ഇബ്രാഹിം അലി സച്ചേ ദേശ് പ്രേമി ഹെ, ഇബ്രാഹിം അലി ഏറ്റവും നല്ല ദേശസ്നേഹിയാണ്. और स्वराज्य की प्राप्ति के लिए, സ്വരാജ്യം ലഭ്യമാകുന്നതിന് വേണ്ടി ഷഹീദോനെ കോ ഭി തയ്യാർ ഹെ, ഷഹീദ് രക്തസാക്ഷിയാവാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നു. ആത്മവിശ്വാസ് വെക്കനെ വാലാ ഹെ, അദ്ദേഹം ഒരു കോൺഫിഡൻസ് വെച്ച് പുലർത്തുന്ന ആളാണ്. എന്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, തഥാ സാത്തിയോം പർ, അതുപോലെ കൂട്ടുകാരിലും, സാത്തിയോം പർ കൂട്ടുകാരിലും വിശ്വാസ് വെക്കനെ വാല, കോൺഫിഡൻസ് നിറയ്ക്കുന്നതാണ്. അദ്ദേഹം സ്വയം കോൺഫിഡൻസ് ഉണ്ടാവുകയും, അതായത് നിരാശപ്പെടുക, നമുക്ക് ഇനി സ്വാതന്ത്ര്യം കിട്ടുമോ, ഇബ്രാഹിം അലി ഇങ്ങനെയൊക്കെ പറയുന്ന അണികളോട് നമുക്ക് കിട്ടുക തന്നെ, നിങ്ങൾ ടെൻഷൻ ആതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളും കൂടിയാണ് ഇബ്രാഹിം അലി. അപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 4 മാർക്കിന് ഈ ആൻസർ ചെയ്തണം. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് ഒരു പക്ഷേ മൈക്കൂക്കെ ചരിത്ര ടിപ്പണിയിലിരിക്കുന്ന മൈക്കൂവിന്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ നമ്മളോട് ചോദിച്ചേക്കാം. 4 മാർക്കാണ്. അങ്ങനെ ചോദിച്ചാൽ ജുലൂസ് നാട്യ രൂപാന്തരക്ക, ജുലൂസ് നാട്യ രൂപാന്തരത്തിലെ മുഖ്യ പാത്ര ഹേ മൈക്കു, പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മക്കളെ മൈക്കു. വ ദേശപ്രേമി ഹേ, അദ്ദേഹം നല്ലൊരു ദേശസ്നേഹിയാണ്. സ്വരാജ്യോം കെ ജുലൂസ് കാ സമർത്ഥൻ കർത്തെ, അദ്ദേഹമാണ് സ്വരാജ്യോം കാ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം, സ്വരാജ്യം വേണം എന്ന് പറഞ്ഞ് പോകുന്ന ജാഥക്കാരെ ന്യായീകരിക്കുന്ന ആള്. ഓർ ഉസ്മേ ഭാഗ് ലേനെ ചാത്തെ, അതിൽ പങ്കാളിയാവാനും ആദ്യം ആഗ്രഹിക്കുന്ന ആൾ അദ്ദേഹമാണ്. ജബ് അന്യ വ്യാപാരി, എപ്പോഴാണോ മറ്റു വ്യാപാരികളായ ശംഭുനാഥ് ഓർ ദീൻദയാൽ, ശംഭുനാഥും ദീൻദയാലും ഗാന്ധിജിക്ക് നേതൃത്വം, ഈ ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തെ ശങ്ക പ്രകൃതി, അതൊരു നല്ല പക്വമായ നേതൃത്വമാണോ, അദ്ദേഹത്തിന് ശേഷിയൊന്നും ഇല്ലല്ലോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കപ്പെടുന്നത്. തബ് മൈക്കു ഉൻക വിരോധ കർത്തെ, അപ്പോ മൈക്കു അവർ എതിർത്ത് സംസാരിക്കുന്നു. ഗാന്ധിജിക്ക് നേതൃത്വപ്പർ, അദ്ദേഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഭരോസ കർത്തഹെ, പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു, അദ്ദേഹം ഏറ്റവും ഫിറ്റാണ് എന്ന് പറയുന്നു. അവർ ഉനെ നേതാ മാനത്തെ, ഇതാണ് ഗാന്ധിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. സ്വരാജ്യോം പർ ഹുയേ ലാട്ടി ചാർജ് കി ഖബർ, സ്വരാജ്യോം പർ, അതായത് സ്വരാജികളായ പ്രക്ഷോഭകാരികളിലെ ലാട്ടി ചാർജ്, അവർക്ക് നേരെ ബ്രിട്ടീഷുകാർ നടത്തിയ ലാട്ടി ചാർജിന്റെ ഖബർ, വാർത്ത സുൻകർ കേട്ടിട്ട് വബി അദ്ദേഹവും ജുലൂസ്മേ ഭാഗിലേനേക്കോ തയ്യാറാവത്തെ, കച്ചവടം നിർത്തി അദ്ദേഹവും ജാഥയിൽ പോകാൻ തയ്യാറാവുന്നു. മൈക്കു ബൗദ്ധ് കി നിഡർ ഹെ, മൈക്കു ആട്ടെ തീരെ പേടിയില്ലാത്ത, ബ്രിട്ടീഷുകാരുടെ ലാത്തിയും തോക്കിനും ഒന്നും അല്പം പോലും ഭയമില്ലാത്ത അപാരമായ ദേശസ്നേഹിയായ ഒരു കഥാപാത്രമാണ് മൈക്കു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് ശംഭുനാഥ് കെ ചരിത്ര ടിപ്പണിയിലേക്ക്, പ്രധാനമായിട്ട് പിന്നെ ഒരാളാണ് ശംഭുനാഥ്. ആദ്യം എന്താണ് സ്വരാജികളുടെ ജാഥേനൊക്കെ കുറ്റം പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതാ നോക്കൂ മക്കളെ. ചിത്രാ മുദ്ഗൽ കെ നാട്യരൂപാന്തർ, ചിത്രാ മുദ്ഗൽജിയുടെ നാട്യരൂപാന്തരമായ ജുലൂസ് കായിക്ക് പാത്രക്കെ, ജുലൂസിന്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശംഭുനാഥ്. ആര്? ശംഭുനാഥ്. അംഗ്രേസോക്കെ വിരുദ്ധ, ഇംഗ്ലീഷുകാർക്ക് വിരുദ്ധമായിട്ട് ഇബ്രാഹിം അലിക്ക് നേതൃത്വമേ, ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ ചലാനെ വാലെ ജുലൂസ്കോ, നടത്തിപ്പോരുന്ന നേതൃത്വം കൊടുക്കുന്ന ജുലൂസ്കോ ജാഥയെ മാന്നേക്കോ പഹലെ തയ്യാർ നഹി ഹോത്തെ, അതിനെ അംഗീകരിക്കാൻ ആദ്യം അദ്ദേഹം തയ്യാറാവുന്നില്ല. ഉൻകെ അനുസാർ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ് ജുലൂസ് കാ കോയി നതീജ നഹി ഹോഗ, ഈ ജാഥയ്ക്കൊന്നും ഒരു ഫലം ഉണ്ടാവില്ല, നതീജ ഫലം ഉണ്ടാവുകയില്ല. സർക്കാർ പർ ഇസ്കാ കോയി അസർ നഹി ഹോത്ത, ഗവൺമെന്റിൽ ഈ ജാഥയ്ക്കൊന്നും യാതൊരുവിധ അസർ, സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. സമാജിക്ക് ബഡേ ബഡേ ലോക്, മാത്രമല്ല സമൂഹത്തിലെ വലിയ വലിയ മാന്യന്മാരായ ആളുകൾ സർക്കാർ കെ പക്ഷമേ, ഗവൺമെന്റ് പക്ഷത്ത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് പക്ഷത്താണ് നിൽക്കുന്നത്. യേ സബ് ഹോത്തെ ഹുയേ ഭി, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശംഭുനാഥ് കെ ചരിത്രമേ, ശംഭുനാഥിന്റെ സ്വഭാവത്തിൽ ദേശപ്രേമിക്ക് ഭാവന നഹിഹെ, ഇങ്ങനെ മാത്രമല്ല ദേശസ്നേഹത്തിന്റെ ഭാവനയില്ല. ഓക്കെ, അദ്ദേഹം ഇങ്ങനെ പറയുന്നു, അവരൊക്കെ അപ്പുറത്താണ് നിൽക്കുന്നത്, ഇതിൽ സ്വാതന്ത്ര്യ സമരം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് സംശയം പ്രകടിപ്പിക്കുക പോലും അദ്ദേഹത്തിന്റെ ദേശഭക്തിയുമില്ല.
ലേക്കിൻ എന്നാൽ ജബ് സ്വരാജിയോം പർ, പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും നാട്ടുകാരുമായ ആളുകളിൽ ലാഠി ചാർജ് ഖബർ ഫയൽ ജാത്തേ, എപ്പോഴാണോ അവർക്ക് സ്വരാജികൾക്ക് ലാഠി ചാർജ് നടത്തിയിട്ട് വലിയ മുറിവേറ്റു എന്നുള്ള വാർത്ത അദ്ദേഹത്തിന് വരുന്നത്, തബ് ശംഭുനാഥ് ബി, അപ്പോ ശംഭുനാഥിനും ദേശ് പ്രേമിക്ക് ഭാവനാസെ, ദേശസ്നേഹത്തിന്റെ ഭാവനയാൽ പ്രഭാവിത് ഹോക്കർ, ആവേശമുണ്ടായിട്ട് ജുലൂസ് മേ ഭാഗ് ലേനെ കോ തയ്യാർ ഹോ ജാത്തെ, ജാഥയിൽ പങ്കാളിയാവാൻ അദ്ദേഹം തയ്യാറാവുന്നു. അന്തമേ അവസാനം സ്വരാജ്യോം കെ സാത്ത് മിൽക്കർ, അദ്ദേഹം അവസാനം ദേശസ്നേഹി പോലെ അല്ലാതിരുന്ന അദ്ദേഹം അവസാനം സ്വരാജികളുടെ കൂടെ ചേർന്നിട്ട് ദേശ് കെ ലിയെ, രാജ്യത്തിന് വേണ്ടി ഷഹീദ് ബന്നെ കോബി, വേണ്ടി വന്നാൽ രക്തസാക്ഷിയാവാൻ പോലും തയ്യാർ ഹോ ജാത്തെ, തയ്യാറായി മാറുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ശംഭുനാഥിനെ കുറിച്ച് ചോദിച്ച ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ ഇതുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് വീർബൽ സിംഗ് ചരിത്ര ടിപ്പണിലേക്ക്. വീർബൽ സിംഗ് എന്ന് പറഞ്ഞ ക്രൂരനായ പോലീസ് ഓഫീസറെ കുറിച്ചുള്ള ക്യാരക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ട്. നോക്കൂ, 4 മാർക്കാണേ, ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെയാണ് ഇതുണ്ട്. ജുലൂസ് നാട്യരൂപാന്തരമേ, ജുലൂസ് എന്ന് പറയുന്ന നാട്യരൂപാന്തരത്തിൽ പ്രസ്തുത പാഠഭാഗമേ, ഈ പാഠഭാഗത്തിൽ വീർബൽ സിംഗ് ചരിത്ര, വീർബൽ സിംഗിന്റെ സ്വഭാവം ഖൽ നായക് കാഹെ, ഖൽ നായക് പ്രതിപുരുഷന്റേതാണ്, നായകൻ ഖൽ നായക് പ്രതിപുരുഷന്റേതാണ് എന്ന് പറഞ്ഞാൽ വില്ലനാണ് അദ്ദേഹം. വീർബൽ സിംഗ് ദാരോഗാഹെ, വീർബൽ സിംഗ് ദാരോഗയാണ്, ഒരു പോലീസ് ഓഫീസറാണ്, ദാരോഗ പോലീസ് ഓഫീസറാണ്. ജുലൂസ് മേ നിക്കലെ, ജാഥയ്ക്കായി ഇറങ്ങി പുറപ്പെട്ട സ്വാതന്ത്ര്യ സേനാനിയോക്കോ, സ്വാതന്ത്ര്യ സമര സേനാനികളെ രോക്കിനെ കെലിയെ, തടയാൻ വേണ്ടി പ്രയത്ന കർത്തെ, അദ്ദേഹം വല്ലാതെ പ്രയത്നിക്കുന്നു. അംഗ്രേസോങ്ക ആജ്ഞാനുവർത്തി ബൻകർ, ഇംഗ്ലീഷുകാരുടെ പാദസേവകനായിട്ട് സ്വാതന്ത്ര്യ സേനാനിയോക്കോ, സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഡി ക്രൂരതസെ, വളരെ ക്രൂരതയുമായിട്ട് മാർത്തയെ അദ്ദേഹം അടിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്നിരിക്കുകയാണ്. എന്നിട്ടോ സഹോദരങ്ങളായ ഇന്ത്യക്കാരെ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നു. നിർദ്ദയ ദാരോഗ, യാതൊരു ദയയില്ലാത്ത ദാരോഗയാണ്, ഓഫീസറാണ്. ജുലൂസ് കാ നേതാ ഇബ്രാഹിം അലി കെ ഊപ്പർ, ജുലൂസിന്റെ ജാഥയുടെ നേതാവായ ഇബ്രാഹിം അലിയെ തട്ടിവീഴ്ത്തി അദ്ദേഹത്തിന് മുകളിൽ ബീർബൽ സിംഗ് ഗോഡയെ കൊച്ചടാത്തെ, അദ്ദേഹം ബീർബൽ സിംഗ് കുതിരയെ കയറ്റുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുകളിൽ കൂടെ. സ്വരാജിയോക്കെ അഭിപ്രായമേ, അതുകൊണ്ട് തന്നെ സ്വരാജികളുടെ എന്ന് പറഞ്ഞാൽ ദേശസ്നേഹികളായ ആളുകളുടെ അഭിപ്രായത്തിൽ ബീർബൽ സിംഗ് ജല്ലാദ് ദാരോഹെ, ബീർബൽ സിംഗ് ജല്ലാദ് ദാരോഹായെ, ക്രൂരനായ പോലീസ് ഓഫീസറാണ്. അംഗ്രേസോങ്ക പിട്ടുഹെ, ഇംഗ്ലീഷുകാരുടെ പാദസേവകനാണ്, ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കിയാണ് അദ്ദേഹം. ബീർബൽ സിംഗ് കാ ചരിത്ര, ബീർബൽ സിംഗിന്റെ സ്വഭാവം ഇത്ര നീജ് ഹോനെ പർ ബി, ഇങ്ങനെ ക്രൂരനാണ്, പക്ഷേ അന്തമേ അവസാനം അപ്പനെ ദേശ് ദ്രോഹി കർമ്മം പർ പശ്ചാത്തേ, തന്റെ ദേശദ്രോഹപരമായ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടാവുന്നു. അവർ സ്വച്ഛ ദേശഭക്തി വഞ്ചാത്തെ, അദ്ദേഹവും അവസാനം നല്ലൊരു ദേശഭക്തനാവുന്നു. അതായത് പ്രേംചന്ദ് ഈ കഥയിലൂടെ എല്ലാവരെയും ദേശസ്നേഹികളാക്കി മാറ്റുന്ന ഒരു കഹാനിയാണ് എഴുതിയിരിക്കുന്നത്. അതിനെ മനോഹരമായിട്ട് ചിത്ര മുദ്ഗൽജി നാടക രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. മാനിലെ മനസ്സിലാക്കൂ, ആപ്കെ സ്കൂൾ മെയിൻ, നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബ് കെ ദ്വാര, ഹിന്ദി ക്ലബ്ബ് വഴിയായിട്ട് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിവസ് സമാരോഹ്, സ്വാതന്ത്ര്യദിന ദിവസത്തിന്റെ പ്രോഗ്രാമിൽ അവസർ പർ, സ്വാതന്ത്ര്യദിന സമാരോഹ്, സ്വാതന്ത്ര്യദിന പരിപാടികളുടെ അവസർ പർ ജുലൂസ് കാ നാടക മഞ്ജന ഹോനെ വാലെ, ജുലൂസ് നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നു. ഇസ്കയിലേക്ക് ആകർഷക് പോസ്റ്റർ തയ്യാറാക്കാൻ, ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ 6 മാർക്കാണ് ചോദിക്കുക. വിജ്ഞാപനാണെങ്കിൽ 8 മാർക്കാണ് ചോദിക്കുക. ഓക്കെ, വിജ്ഞാപനമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇന്നത്തെ മെഗാ മാരത്തോണിൽ ചർച്ച ചെയ്യും. 8 മാർക്ക് വിജ്ഞാപനമുണ്ട്, 6 മാർക്ക് പോസ്റ്ററിനുണ്ട്. വിവരാവകാശ പ്രകാരം ഒരു കത്ത് നിർബന്ധമായി ചോദിക്കും, അത് നമുക്ക് 8 മാർക്കുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് മെഗാ മാരത്തോണിൽ ചർച്ച ചെയ്യും. ഓക്കെ, നോക്കൂ, ഇതാണ് ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിത്ര മുദ്ഗൽ കി നാട്യരൂപാന്തരം, ചിത്ര മുദ്ഗലിന്റെ നാട്യരൂപാന്തരം ജുലൂസ് എന്ന് പറഞ്ഞ ജാഥ. ആഗസ്റ്റ് 15 സബരെ 10 ബജെ, രാവിലെ 10 മണിക്ക് സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി ക്ലബ്ബ് സർക്കാരി ഹയർ സെക്കൻഡറി സ്കൂൾ ഡാഷ്, ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് 6 മാർക്കാണ് മക്കളെ കിട്ടുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ നമുക്കിന്ന് പഠിക്കാനുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് 7 മണിക്ക് തന്നെ നമ്മുടെ മെഗാ മാരത്തോണിൽ ജോയിൻ ചെയ്യുക. മുഴുവൻ കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും, നുറുങ്ങു ക്വസ്റ്റ്യൻസും, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് സെറ്റാക്കാം. നാളെ രാവിലെ നമുക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും. ഗംഭീരമാകണം, നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കണം. ഓക്കെ, +1 ഹിന്ദി നമുക്ക് തൂക്കണം. ഓക്കെ, നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട, സൈലം ഉള്ളിടത്തോളം കാലം ഞാനും സ്നേഹാമസും ലൈവിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.